പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്, ഒരു 60 ദിവസം നമ്മൾ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. കാരണം രാത്രി 12 മണി വരെ ഒരാൾ പഠിക്കാൻ വേണ്ടി മറ്റുള്ളവർ കാവലിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതങ്ങനെ പോസിബിൾ ആയ ഒരു കാര്യമില്ല. പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതിന് കാരണം അത് തന്നെയാണ്. കാരണം എനിക്ക് കുറച്ച് പേരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ വഴികളുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീക്ക് പോയിന്റ് ഞാൻ തിരിച്ചറിയണം. എനിക്ക് IT നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. പോവുകയാണെങ്കിൽ 10 മാർക്കല്ലേ ഉള്ളൂ, അത് ബാക്കി സബ്ജക്റ്റ് കൊണ്ട് എനിക്ക് മാർക്ക് കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലിക്ക് വന്ന് ഞാൻ അത് തൊഴിലുറപ്പിനാണ് പോകുന്നത്. അപ്പോൾ അതിന് പോയ പൈസ കൊണ്ട്, അതിന് കിട്ടിയ പൈസ കൊണ്ട് വേറെ മെറ്റീരിയൽസ് ആക്കി പ്രിൻ്റ് എടുത്ത്, PDF പ്രിൻ്റ് എടുത്ത്. കാരണം പ്രിൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് പ്രിൻ്റ് എടുക്കാൻ നിവൃത്തിയുള്ളൂ. പക്ഷെ ഒരാൾക്ക് ജോലി മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ കാരണമാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അത് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഹായ് ഓൾ, എൻ്റെ പേര് ചിക്കുമോൻ ഫിലിപ്പ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും, കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ്. ഞാനിപ്പോൾ കേരള ബാങ്കിലെ ക്ലർക്ക് ക്യാഷിയറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ 211ാമത്തെ റാങ്കായിരുന്നു എനിക്ക് ജനറൽ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ഒരു ഫൈറ്റിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഒരു വർഷം എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും PSC എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ യാത്രയെന്ന് നമുക്കറിയാം. ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സ്റ്റേ മാറിയെന്ന് പറയുന്നത്. ഒരു വർഷക്കാലം ഭയങ്കര സ്ട്രഗ്ലിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് തന്നെ റിലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു 24 മണിക്കൂർ എന്ന് പറയുന്നത്, 24 മണിക്കൂർ നല്ല ഓട്ടമായിരുന്നു. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇടുക്കിയിൽ, ഞാൻ ഇരിക്കുന്നത് എറണാകുളത്ത്. എന്നോട് പറഞ്ഞത് അന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ ചെല്ലാനായിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടുന്ന് ഞാൻ നേരെ അടിമാലിക്ക് പോകുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് അടിമാലിയിലോട്ട് സർട്ടിഫിക്കറ്റും കൊണ്ട്, വീട്ടിൽ പോലും പോയില്ല. വീട്ടിൽ ഞാൻ കാര്യമായിട്ട് പറഞ്ഞില്ല, കാരണം ഒരു വർഷം ഇങ്ങനെ പെൻഡിങ് ഇരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കൂട്ടുകാരന് സർട്ടിഫിക്കറ്റ് അടിമാലി കൊണ്ടു തന്നു. തിരിച്ച് എറണാകുളത്ത് അന്നേരത്തേക്കും രാത്രി 12 മണി. പിന്നെ അവിടെ നിന്ന് 3 മണി ആയപ്പോഴത്തേക്കും എണീറ്റ് ഞാനും ചേട്ടനും ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുന്നു. അങ്ങനെ ചെന്ന് എല്ലാം ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട്, കാരണം കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വേണം, ഡെപ്പോസിറ്റ് വേണം, അതുപോലെ കുറേ സർട്ടിഫിക്കറ്റുകൾ ആക്കാനും ഉണ്ട്. ഇതെല്ലാം ഒരു 24 മണിക്കൂർ കൊണ്ട് ആക്കി. അതിന് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു, ഒരുപാട് പേരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒപ്പിട്ട സമയത്ത് പോലും എനിക്ക് ഇത് ജോയിൻ ചെയ്യുവാണോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. കാരണം ഈ ഒരു വർഷക്കാലം അങ്ങനെയായിരുന്നു. കഴിഞ്ഞൊരു സ്റ്റേയുടെ സമയം അതുപോലെ ഇങ്ങോട്ട് ഭയങ്കര പ്രശ്നത്തിലില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ബാക്കിയുള്ളവരെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഭയങ്കര മെൻ്റലി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയം. കാരണം എനിക്കിവിടെ 5 മിസ്സിനെ കറക്റ്റ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതുമാതിരി രീതിയിൽ ഞാൻ സ്ട്രഗിൾ, കാരണം ഞാനൊരു പ്രഷർ കുക്കറിൻ്റെ അകത്താണ്. ഞാൻ വരുന്ന ഒരു റൂറൽ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി കിട്ടുന്നത് എൻ്റെ വീട്ടുകാരെ പോലെ നാട്ടുകാരും ഭയങ്കര അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നാട്ടിലോട്ട് പോകാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ വീട്ടിലോട്ട് പോകുന്നത് ഒരു രാത്രി പോയി പിറ്റേ ദിവസം രാവിലെ പോരുന്ന ആ രീതിയിലാണ് ഞാൻ വീട്ടിൽ പോയി വന്നുകൊണ്ടിരുന്നത്. ഇത് ജോലി ചെയ്യാൻ കിട്ടി എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ കരഞ്ഞേണ്ടത് എൻ്റെ അമ്മയും പിന്നെ അടുത്ത വീട്ടിലെ ആൾക്കാരും കെട്ടിപ്പിടിച്ച് കയറുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്, അതാണ് ഈ ഒരു ജേണിയിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഹൃദയത്തിൽ തൊട്ട മൊമെൻ്റ് അതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒരു റൂറൽ ഏരിയ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ ആർക്കും അങ്ങനെ ഒരു സർക്കാർ ജോലി എന്നൊരു കാഴ്ചപ്പാട് അവർക്ക് ആർക്കും ഇല്ല. അവിടുത്തെ ഒരു പരിധിവരെ പഠിക്കുന്നു, അതിനുശേഷം കൃഷിയുമായി ബന്ധപ്പെട്ട് പോകുന്നു. അപ്പം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്ത ഒരു മൊമെൻറ്റ്. ഇപ്പം ഞാൻ ബികോം കോർപ്പറേഷൻ എടുക്കുന്നത് തന്നെ എൻ്റെ ജീവിതം ഫുൾ ആക്സിഡൻ്റാണ്. പക്ഷേ ഞാൻ എന്ത് പ്ലാൻ ചെയ്തോ അതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. കാരണം ഞാൻ ബികോം കോർപ്പറേഷൻ അല്ല, എനിക്ക് ഇടുക്കിയിലെ തന്നെ 2 പ്രമുഖ കോളേജിൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പം അങ്ങനെ +2 അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ അടുത്ത കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ബികോം കോർപ്പറേഷൻ കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഗുണമുണ്ടെന്ന് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. കാരണം എൻ്റെ അച്ഛൻ 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന്, എൻ്റെ PTക്ക് എല്ലാത്തിനും പപ്പയാണ് കൂടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പുറത്ത് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ചേർന്നേക്കാലോ എന്ന് ചോദിച്ചു. വീടിൻ്റെ തൊട്ടടുത്താണ്, ഫീസ് കൊടുക്കണ്ട, പോയി വരാം, ഞാൻ ഈ ഹോസ്റ്റലിൽ പോയി അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പം ഞാൻ തലയാട്ടി. അങ്ങനെയാണ് ഞാൻ ബികോം കോർപ്പറേഷൻ എടുക്കുന്നത്.
അപ്പം പിന്നെ അങ്ങനെ ഒരു ജോലി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്നൊന്നും എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതിന് കാരണം അത് തന്നെയാണ്. കാരണം എനിക്ക് കുറച്ച് പേരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ വഴികളുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തോന്നിയത്, എനിക്ക് ക്വിസിനൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യം. പഠിക്കാൻ കഴിവുണ്ടായിട്ടല്ല, ക്ലാസ് എന്നെ ഭയങ്കരമായിട്ടും എനിക്ക് അങ്ങനെ ക്ലാസ്സിലിരിക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ എനിക്ക് അമ്പിളി എന്ന് പറഞ്ഞ ടീച്ചറാണ് ആദ്യമായിട്ടൊരു മിസ്സിൻ്റെ ഗൈഡ് എനിക്ക് പഠിക്കാനായിട്ട് തരുന്നത്. അങ്ങനെയാണ് ഞാൻ PSC എന്നൊരു കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു 5ാം ക്ലാസ്സിലൊക്കെ വെച്ചാണ്. അപ്പം പിന്നെ ഓരോ മൊമെൻറ്റും ഞാൻ പറഞ്ഞു, വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര, പഠിച്ചോ നീ ഇഷ്ടമുള്ള പോലെ പഠിച്ചോ. അപ്പം വീട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് കൂലിപ്പണിക്കാരായിട്ടുള്ള മാതാപിതാക്കളാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും എനിക്ക് അഭിമാനം തോന്നുന്നത്, ഇന്ന് ആ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള പേരൻസിൻ്റെ മക്കൾ രണ്ടുപേരും ഗവൺമെൻറ് സർവീസാണ്. 3 മക്കളാണ് ഞങ്ങൾ, രണ്ടുപേരും ഗവൺമെൻറ് സർവീസിൽ. ഞങ്ങൾ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കയറി. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഒരു ഇത്. അപ്പം ഞാൻ പെങ്ങളും സർവീസിലാണെന്ന് പറഞ്ഞു. പെങ്ങൾക്ക് PSC പഠിക്കാനായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് ഞാനാണ്. ഞങ്ങൾക്ക് അങ്ങനെ അവർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഭാവിയിൽ ആർക്കും ഉണ്ടാകരുത് എന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞൊരു വർഷക്കാലം അതിന് വളരെ നല്ല രീതിയിൽ പിള്ളേരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയ വിജയമാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം എനിക്ക് പഠിക്കാനായിട്ട് കിട്ടിയത് ഏറെക്കുറെ 2 മാസം മാത്രമാണ് കേരള ബാങ്കിൻ്റെ എക്സാമിന് പഠിക്കാൻ സമയം കിട്ടിയത്. ആ ഒരു സമയം ഞങ്ങളുടെ നാട്ടിൽ നെറ്റ് ഒത്തിരി പുറകോട്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് പോസിബിൾ അല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ്. അത് വായിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇന്ന് ഉറങ്ങത്തേ ഉള്ളൂ. അങ്ങനെ പഠിക്കുന്ന ആളുമല്ല. അപ്പോൾ ഈ ഒരു രാത്രി 12 മണി വരെ പഠിക്കാൻ വേണ്ടി എനിക്ക് കൂട്ടിരുന്ന കുറേ കൂട്ടുകാരുണ്ട്. ഫോൺ വിളിച്ച് സ്പീക്കറിലിട്ടിട്ട് ഞാൻ അത് വായിക്കുന്നത് കേട്ട് 12 മണി വരെ എൻ്റെ കൂടെ ഉറങ്ങാതിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പം അവരുണ്ട്. അതുപോലെ ഫാമിലിയിൽ നിന്നാണെങ്കിലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാത്തവരും ഉണ്ട്. ഇപ്പം എടുത്ത് പേര് പറയുകയാണെങ്കിൽ അപർണ, അഞ്ജിമ, അർജുൻ, ജിൻസ്, അങ്ങനെ ഒരുപാട്, എബിൻ, അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ഭയങ്കര എഫോർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാരണം രാത്രി 12 മണി വരെ ഒരാൾ പഠിക്കാൻ വേണ്ടി മറ്റുള്ളവർ കാവലിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതങ്ങനെ പോസിബിളായ ഒരു കാര്യമില്ല. പിന്നെ ആ സമയത്ത് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാതെ എന്നോട് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ ചോദിച്ചു, നീ ആദ്യമായിട്ട് എഴുതിയ പരീക്ഷയല്ലേ, അപ്പം അത് വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഒരാൾ സംസാരിച്ചു. ഞാൻ ഇവിടെ ഞാൻ തോറ്റു പോയി കഴിഞ്ഞാൽ ഇത്രയും ആളുകളുടെ എഫേർട്ടാണ് നഷ്ടപ്പെടുന്നത്. അപ്പം അതുപോലെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, നാട്ടുകാരുടെ ആയാലും. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം ഞാൻ ജോലി കയറി കഴിഞ്ഞാൽ കുറേ പേരിനോട് പറഞ്ഞേക്കുന്നത് അവിടെ നേർച്ചയുണ്ട്, ഇവിടെ നേർച്ചയുണ്ട്, ഇവരെല്ലാം എനിക്ക് വേണ്ടി നേർച്ച നേർന്നിരിക്കുക. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു എഫേർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. ബ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ആ മൊമെൻറ്റ് ഞാൻ ആഗ്രഹിച്ചു, പപ്പയും അമ്മയും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അവർക്കും അതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു കാണും. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റൽ കേസും കുറച്ചുണ്ടായി. അപ്പോൾ എനിക്ക് അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. അവരോട് ഞാൻ പറഞ്ഞു, അവരെ ജോലി കയറാൻ പോകുന്ന ഒരു കാര്യം പോലും എനിക്ക് നേരിട്ട് കണ്ട് പറയാൻ പോലും എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ബ്രദർ, പുള്ളിയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് തന്ന സപ്പോർട്ട് അത്രത്തോളം വലുതാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ PG ആൺകുട്ടികൾ അങ്ങനെ ഒരുപാട് പേര് PG പഠിക്കുന്ന അങ്ങനെ പോകുന്നൊരു ഇതല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ളവരൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പഠിത്തം കഴിഞ്ഞില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഒരു വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണ് പേരൻസ്. പക്ഷേ അവർ നമ്മൾക്ക് അവർ പല സ്വപ്നങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്നെ പഠിക്കാനായിട്ട് വിട്ടത്. ഇന്ന് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഏറെക്കുറെ എനിക്ക് സാധിച്ചു കൊടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വട്ടം മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. എൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് തൊട്ട് കഴിഞ്ഞാൽ അലുത്ത് പോകുന്ന രീതിയിലാണ്. അപ്പം ഞാൻ കുറേ വട്ടം, കാരണം ഞാൻ പറഞ്ഞു രാവിലെ ഒരു 6 മണിക്ക് പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു 1.5 മാസം പഠിക്കാൻ സമയമുള്ളൂ. കാരണം PGയുടെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. 1.5 മാസം കൊണ്ട് ഒക്ടോബർ 23 എക്സാം. അപ്പോൾ എനിക്ക് സമയം വളരെ കുറവാണ്. അപ്പം മാക്സിമം ഇരുന്നത് പഠിക്കുക, വായിക്കുക, വീണ്ടും 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 വായിക്കുക എന്ന് തന്നെയാണ്. കാരണം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഓരോ വട്ടം അത് വായിക്കുമ്പോഴും ഹൈലൈറ്റർ ഉണ്ട്, പല പല ഹൈലൈറ്റർ യൂസ് ചെയ്ത് അതിന് മേളി മാർക്ക് ചെയ്തത്. അപ്പോൾ അത്ര വട്ടം റിവൈസ് ചെയ്യുന്നത് എനിക്കും തന്നെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ കുറേ വട്ടം റിവിഷൻ ചെയ്തു. പലരും പറഞ്ഞു 60 ദിവസം കൊണ്ടൊന്നും നടക്കില്ല എന്നൊക്കെ പലരും നമ്മൾ വീഡിയോ പറയുമ്പം ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്, ഒരു 60 ദിവസം നമ്മൾ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റും. ഞാൻ സിലബസ് ആദ്യമേ പ്രിൻ്റ് എടുത്തു.
സിലബസ് ഒരു കോപ്പിയൊന്നുമല്ല, ഞാൻ ഒരു 3-4 കോപ്പി പ്രിൻ്റ് എടുത്തു. കവർ ചെയ്ത് പോകുന്ന പോർഷൻസ് അതേ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് വായിക്കാനും ഇതൊന്നും വായിക്കാൻ മടിയാണ്. അപ്പം കൂട്ടുകാരി കോളിലുണ്ടാവും. അപ്പം ഞാൻ പഠിക്കുന്നു, അതപ്പോൾ മാർക്ക് ചെയ്യുന്നു, അവൾ എന്നോട് ചോദ്യം ചോദിക്കും, ഞാൻ തിരിച്ച് ചോദ്യം ചോദിക്കും. അങ്ങനെ ഒരു പാറ്റേണിലാണ് ഞങ്ങൾ പഠിച്ചത് മുഴുവനും. വളരെ കുറച്ച് സമയമാണ് എനിക്ക് മുൻപിലുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ബേസ് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ത്രൂ ഔട്ട് അത്യാവശ്യം നല്ല സമയം, നല്ല രീതിയിൽ സമയം ഞാൻ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. കാരണം നോട്ടിഫിക്കേഷൻ വന്ന സമയം തൊട്ട് 1.5 വർഷം 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള 2 മാസമാണ്. അപ്പം ഞാൻ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. ഒരു ദിവസത്തിൽ ഞാൻ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണ് 1 മാസം ഞാൻ പോയത്. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ ഇത്ര എഫോർട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു ട്രോമ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമാണ് ഞാൻ ഈ കഴിഞ്ഞ 1 വർഷം മുഴുവൻ നേരിട്ടതിന് ഏറ്റവും പ്രധാന കാരണം ഇതായിരുന്നു. എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ ഫോളോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് ബാങ്കിങ്, കോർപ്പറേഷൻ, IT ആയിരുന്നു. എന്നെക്കൊണ്ട് IT നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. 10 മാർക്കിന് വേണ്ടിയിട്ട് അത്രയും ഞാൻ പഠിക്കുന്നത് മണ്ടത്തരം, എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ സമയം കൊണ്ട് എനിക്ക് സബ്ജക്റ്റ് എന്തെങ്കിലും ആക്കാൻ പറ്റും 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് IT എന്ന ഭാഗം ഞാൻ തൊട്ടുപോലും നോക്കാണ്ട് അത് മാറ്റി അങ്ങ് വെച്ചു. കോർപ്പറേഷനും ബാങ്കിങ്ങും മാത്രം ഇരുന്ന് തന്നെ പിന്നെ റിവൈസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. കാരണം ഞാൻ എൻ്റെ വീക്ക് പോയിന്റ് ഞാൻ തിരിച്ചറിയണം. എനിക്ക് IT നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. പോവുകയാണെങ്കിൽ 10 മാർക്കല്ലേ ഉള്ളൂ, അത് ബാക്കി സബ്ജക്റ്റ് കൊണ്ട് എനിക്ക് മാർക്ക് കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ എനിക്ക് PSC എന്ന് പറയുന്നത് എനിക്ക് മിസ് തന്നൊരു ഗൈഡിൽ നിന്നാണ്. അത് ക്വിസിന് പോകാൻ വേണ്ടി ആ മിസ് എന്നെ പിടിച്ചിരുത്തി GK പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമുകളെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ആവുന്നത്. പിന്നെ ഞാൻ ഒരു 18 വയസ്സായപ്പോഴത്തേക്കും PSC രജിസ്റ്റർ ചെയ്തു. ഇപ്പം എനിക്ക് ഒപ്പിട്ട സമയത്തും കൺഫ്യൂഷൻ വന്ന കാര്യം അന്നത്തെ ഒപ്പല്ല ഇപ്പോഴത്തെ എൻ്റെ ഒപ്പ്. അപ്പം അന്നേരം അതാണ് എനിക്ക് ആദ്യം കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ ആ ഒരു സമയം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഒന്നും അല്ലാതെ ആയി പോകരുത് എന്നൊരു വാശി. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ബാങ്ക് എക്സാമുകളെ കുറിച്ച് ഇങ്ങനെ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. CSEBയുടെ കോച്ചിങ്ങിനാണ് ആദ്യം നോക്കിയത്. പക്ഷേ എനിക്ക് എല്ലാ തവണയും 1/2 മാർക്ക് 1 മാർക്കിനൊക്കെയാണ് ഞാൻ എപ്പോഴും ലിസ്റ്റിന് പുറത്തു. അപ്പം ഭയങ്കരമായിട്ട് നിരാശയാവുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. നിനക്ക് ഇതിലും വലിയത് വരാനുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത കുറച്ച് ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം എനിക്ക് ജയിക്കാനായിട്ട് പറ്റിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, കുറേ ആളുകളുടെ എഫേർട്ടാണ്. ഞാൻ ബ്രേക്ക് എടുക്കുന്നത് വളരെ കുറച്ച് മാത്രമായിരുന്നു. എനിക്ക് സാധാരണഗതിയിൽ 2 മണിക്കൊക്കെ ഉറക്കം വരുന്ന സമയമാണ്. പക്ഷേ ലഞ്ച് ബ്രേക്കിന് ശേഷം ഞാൻ ഒരു 1/2 മണിക്കൂറൊക്കെ മാക്സിമം ഒരു ബ്രേക്ക് എടുക്കുന്നതല്ലാതെ ബാക്കി ത്രൂ ഔട്ട് ഞാൻ പഠനം തന്നെയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എല്ലാവരും വിചാരിക്കും തള്ളാന്ന് വിചാരിക്കും. കാരണം എൻ്റെ സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു 23 എക്സാം എനിക്ക് എന്ത് വന്നാലും ക്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബ്രേക്ക് അവിടെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല. ആ ഒരു സമയം എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി വരെ ടൈം ടേബിളിൻ്റെ അകത്ത് ഞാൻ 2 മണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് പഠിക്കാനായിട്ടിരുന്നത്. എന്നെ സംബന്ധിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ, നമുക്ക് നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എനിക്ക് കംപ്ലീറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റിയില്ല. അത് ഒന്നാമത്തെ ഒരു ചലഞ്ചായിരുന്നു. പിന്നെ ബാക്കി എല്ലാ സമയവും എനിക്ക് സപ്പോർട്ട്, എൻ്റെ ഫാമിലി ഫുൾ എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും, ഞാൻ ഭയങ്കരം ഒരു ഒന്നും പഠിക്കാൻ തുടങ്ങിയ ആളല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാനൊരു തൊഴിലുറപ്പിന് പോയിട്ടാണ് ആദ്യം ജോലിക്ക് വന്ന് ഞാൻ ആദ്യം തൊഴിലുറപ്പിനാണ് പോകുന്നത്. അപ്പോൾ അതിന് പോയ പൈസ കൊണ്ട്, അതിന് കിട്ടിയ പൈസ കൊണ്ട് വേറെ മെറ്റീരിയൽസ് ആക്കി പ്രിൻ്റ് എടുത്ത് PDF പ്രിൻ്റ് എടുത്ത്. കാരണം പ്രിൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പ്രിൻ്റ് എടുക്കാൻ നിവർത്തിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തൊഴിലുറപ്പിന് പോയ പൈസ കൊണ്ടാണ്. കാരണം അതിന് പോകാൻ കാരണം ബാക്കിയുള്ള ജോലി പോലെ സമയം നമുക്ക് അവിടെ കുറച്ച് കിട്ടും. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ ആരും ശല്യം ചെയ്യത്തില്ല. നമ്മൾ രാവിലെ 9 മണിക്ക് കഴിഞ്ഞാൽ 4 മണി ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സമയം കിട്ടും. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ പോയ പൈസയ്ക്കാണ് ഞാൻ പ്രിൻ്റ് എടുത്ത് പഠിക്കാനായിട്ട് ഇരുന്നത്. PG കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത തൊഴിൽ കാർഡ് പേര് ചേർക്കുക ചെയ്തത്. എനിക്ക് എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന ആളാണ്.
അയ്യോ ഞാൻ PG പഠിച്ചതാണ് എന്നൊരു ആ ഒരു ഇത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മമാരും പണിയാൻ വരുന്ന അമ്മമാർക്കും അവിടെ ചാച്ചന്മാരൊക്കെ ഉണ്ട്, അവർക്കത് ഭയങ്കര വിഷമമായിരുന്നു. എന്നോട് പറയും എടാ നീ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഈഗോ ആ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഫാമിലി ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വേറെ ജോലിക്കൊന്നും അങ്ങനെ പോയിട്ട് വന്നില്ല. പിന്നെ തൊഴിലുറപ്പ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഇപ്പം അതിൻ്റെ അത് വലിയ കുറച്ചിലായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് പോയി. അതിനുശേഷം ഞാനൊരു ഹോം സ്റ്റേ നടത്താനായിട്ട് വട്ടവട അങ്ങനെ ഒരു വർഷം കുറച്ച് നാൾ വട്ടവട പോയി. അതിനുശേഷം ഞാൻ നേരെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു സമയത്താണ് ഞാൻ CCയിൽ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്ന സമയത്തല്ല എന്നെയൊക്കെ എല്ലാം മോട്ടിവേറ്റ് ചെയ്ത് എന്നെ കുഴി തള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടും കാരണം എടാ നിന്നെക്കൊണ്ട് ഇത് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ ഒരു സെക്കൻഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് എനിക്ക് കോള് വരും. നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും വളരെ ഓർക്കാനായിട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. കാരണം ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് വേറെ പഠിപ്പിച്ച എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പിള്ളേരെങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല. ഒരു ഒരു പ്രത്യേക ഒരു മുൻധാരണ അങ്ങനെ ഒരു ഇതിലല്ല ഞാൻ വരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ പിള്ളേരെല്ലാം എൻ്റെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറുകയാ ചെയ്തത്. കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ജോലി കിട്ടണം എന്ന് ഭയങ്കര എനിക്ക് ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ലിസ്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ജോലി കയറാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുമോ അതെൻ്റെ പിള്ളേർ വന്നപ്പോഴും ഞാൻ അതേ രീതിയിൽ ചെയ്ത് അവർ ജോലി കയറുന്ന ആ ഒരു മൊമെൻറ്റ് വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഏത് സമയത്താണെങ്കിലും ഞാൻ അവർക്ക് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരുമായിട്ട് ഇപ്പോഴും വളരെ നല്ല കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അതുതന്നെയായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ കാരണം ആർക്കെങ്കിലും നമുക്ക് ഒരാൾക്ക് ₹1 ₹2 ഒരാൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരാൾക്ക് ജോലി മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിന് കാരണമാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ പിള്ളേരുടെയും എല്ലാവരുടെയും പേര് എനിക്ക് കാണപ്പെടാൻ അറിയാം. എനിക്കിപ്പം ഇപ്പം സർവീസിൽ കയറിയ ജിതിൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ജഷ്ല, സജീല, അതുപോലെ നമ്മുടെ ലക്ഷ്മൺ, അങ്ങനെ ഒരുപാട്. ഇപ്പം ഇനി പറയുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന അനിരുദ്ധ് ഉണ്ട്, മിനു തോമസ് എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ഉണ്ട്, ശ്യാമിനി, റീമ, അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട്. അതുപോലെ ഹരികൃഷ്ണൻ, എനിക്ക് എല്ലാ പിള്ളേരുടെയും പേര് എനിക്കറിയാം. കാരണം ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് നോക്കും. ഞാനതൊരു 3 വട്ടം ഞാൻ പേര് നോക്കും. കാരണം ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്ന് ഞാൻ നോക്കും. എന്നിട്ട് പിള്ളേരുടെ എല്ലാവരുടെയും പേര് എനിക്ക് കാണാപ്പാടെ അറിയാം. ആരെയും അറിയത്തില്ല, പക്ഷെ എനിക്ക് എല്ലാവരുടെയും പേരെല്ലാവരെയും അറിയാം. അവർക്കും അങ്ങനെ തന്നെ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയായിരുന്നു അതേ രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പേരറിയാം. ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനകത്തൊരു അവർക്കൊരു പിണക്കം വരും. CSC എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ വീഴ്ച എന്താണ്, എനിക്കെന്താണ് പ്രശ്നം എന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് പറ്റിയ തെറ്റുകളൊന്നും എൻ്റെ പിള്ളേർക്ക് പറ്റുന്ന എനിക്ക് 100% വാശിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിള്ളേരോട് ഞാൻ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേ രീതിയിൽ അവർ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ചില ദിവസം എംബോസിഷൻ കൊടുക്കും, ഓൺലൈനായിട്ട് എംബോസിഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. എന്നിട്ട് എനിക്കത് എഴുതി വാട്സപ്പിൽ അയച്ചു തരുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മളെങ്ങനെയാണ് പഠിക്കുക അതേ രീതിയിൽ പിള്ളേരോട് നമ്മൾ ഇടപെടുമായിരുന്നു. ഇപ്പം അവരോട് ചില സമയത്ത് പറയും എണീറ്റ് നിൽക്കാനൊക്കെ ചുമ്മാ പറയും. പക്ഷേ എനിക്ക് എല്ലാ പിള്ളേരും ക്ലാസ്സിൽ നമ്മുടെ കൂടെ ലൈവിൽ ഉണ്ടാവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം കമൻറ്റ് ഒരാളുടെ ഡിലേ വരുമ്പോൾ നമുക്കറിയാം അവർ നമ്മുടെ ക്ലാസ്സിൽ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പേര് നമ്മൾ ഒരു 2-3 വട്ടം നോക്കും, കമൻറ്റുകളും നോക്കും. അപ്പം എൻ്റെ ഒരു പഠന കാലഘട്ടം എങ്ങനെയായിരുന്നു, എന്തൊക്കെ പ്രതിസന്ധികളാണ് ഞാൻ കടന്നുപോയെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ പോലെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ദിവസം ഇതുപോലെ ചിരിക്കുവാനും അഭിമാനിക്കുവാനുമായിട്ടുള്ള ഒരു ദിവസം വരും. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ പിന്നോട്ട് വലിയാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.